ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിലുമായി കൂടിക്കാഴ്ച നടത്തി. മോചനം സംബന്ധിച്ച് ഇപ്പോൾ യാതൊരു ഉറപ്പും നൽകാൻ ആകില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അക്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും ഇതിൽ നിന്ന് ശാശ്വതമായ പരിഹാരം വേണമെന്നും ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിൽ പറഞ്ഞു. വിവരങ്ങളുമായി ശരത്ത് ഓങ്ങല്ലൂർ ചേരുന്നുണ്ട്. ശരത്ത്, നിലവിൽ രാജീവ് ചന്ദ്രശേഖർ ആദ്യം വ്യക്തമാക്കിയത് കന്യാസ്ത്രീകൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുമെന്ന് പറയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ബി.ജെ.പിയുടെ വക്താവ് അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ ചെല്ലുകയും അവിടെ കോടതിയിൽ സർക്കാർ ജാമ്യാപേക്ഷ എതിർക്കില്ലെന്ന് പറയുകയും പിന്നീട് പക്ഷേ ജാമ്യാപേക്ഷയെ എതിർക്കുകയും ചെയ്ത സാഹചര്യം രൂപപ്പെടുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ ആൻഡ്രൂസ് താഴത്തിനെ കണ്ടതിന് ശേഷം ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇപ്പോൾ യാതൊരു ഉറപ്പും നൽകാനാകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കയ്യിലല്ല കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വെറുതെ പറഞ്ഞു പോയതാണെന്ന് തോന്നുന്നു കാര്യങ്ങളൊക്കെ. എന്താണ് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയാനുള്ളത്? രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ എന്താണ്, ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത് എന്താണ്? സിജു, ഈ കന്യാസ്ത്രീമാരുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമയബന്ധിതം എത്ര സമയത്തിനുള്ളിൽ മോചിപ്പിക്കപ്പെടും എന്ന കാര്യത്തിൽ തനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല എന്നാണ് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. CBCI പ്രസിഡന്റ് കൂടിയായ ആൻഡ്രൂസ് താഴത്തിനെ അരമണിക്കൂറിലേറെ നേരം അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്തതിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും വളരെ സെൻസിറ്റീവായിട്ടുള്ള ചില പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശത്ത് നടക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് കാളികളെ ലളിതവൽക്കരിക്കുന്ന ഒരു നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത്. ഈ ഛത്തീസ്ഗഡിലെ ഇത്തരത്തിൽ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്കോ സംസ്ഥാനത്തേക്കോ പോകുമ്പോൾ പ്രത്യേക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരത്തിൽ നടപടി ഉണ്ടായത് എന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യാപേക്ഷയിൽ സർക്കാർ ഇത്തരത്തിൽ എതിർപ്പ് ഉന്നയിക്കില്ല എന്നൊരു വാദം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്നാൽ ഇതേ കാര്യം തന്നെയല്ലേ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ അനൂപ് ആന്റണി കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെത്തി പറഞ്ഞതും അതിനുശേഷം കോടതി അത്തരത്തിലൊരു നിലപാട് സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായൊരു മറുപടി അദ്ദേഹം നൽകിയില്ല. താൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞ കാര്യങ്ങൾ ആൻഡ്രൂസ് താഴത്തുമായി പങ്കുവയ്ക്കാനാണ്, അദ്ദേഹവുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് താൻ എത്തിയിട്ടുള്ളത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ പുള്ളി പറയുന്നില്ല, വ്യക്തമായി പറയുന്നില്ല. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്ന മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീമാരെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ജയിലിലെത്തുന്ന ഈ പറയുന്ന MP-മാരുടെ സംഘത്തെ അദ്ദേഹം വിളിച്ചത് രാഷ്ട്രീയ കളിക്കാർ എന്നാണ് വിളിച്ചത്. രാഷ്ട്രീയമായി താല്പര്യങ്ങളുള്ളവർ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. താങ്കൾ ഇതിൽ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൻഡ്രൂസ് താഴത്ത്, CBCI പ്രസിഡന്റ് കൂടിയ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ് ആദ്യം പ്രതികരിച്ചത്. അദ്ദേഹം ഇത് വളരെ കൃത്യമായി പറഞ്ഞു. ഇത്തരത്തിൽ ക്രൈസ്തവർക്കെതിരെ ഇപ്പോൾ സമീപകാലങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണേണ്ടതുണ്ട്. ഇതിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉടനെ തന്നെ കന്യാസ്ത്രീമാർ മോചിതരാകും എന്നാണ് പ്രതീക്ഷ എന്നും അദ്ദേഹം പ്രതികരിച്ചു. രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം തന്നെ ബി.ജെ.പി. നേതാവായ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ മാർ ആൻഡ്രൂസ് താഴത്തിനെ കാണാൻ വേണ്ടി എത്തിയിരുന്നു. അരമണിക്കൂറിലേറെ നേരം കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രാജീവ് ചന്ദ്രശേഖറും മാർ ആൻഡ്രൂസ് താഴത്തും പ്രതികരിച്ചത്. സിജു, ശരത്ത്, ഇതിനകത്ത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിൽ വളരെ രസകരമായൊരു കാര്യം, ഇത് ഛത്തീസ്ഗഡിൽ നടന്നത് തെറ്റിദ്ധാരണയാണ്. ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഒക്കെ സെൻസിറ്റീവ് സ്റ്റേറ്റ് ആണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. എങ്ങനെയാണ് തെറ്റിദ്ധാരണയാകുന്നതെന്നുള്ള ചോദ്യം ഇവിടെ വരികയാണ്. ബജ്രംഗ് ദൾ പ്രവർത്തകർ ആ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ മർദ്ദിച്ച് ഈ കന്യാസ്ത്രീമാർക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് തെറ്റിദ്ധാരണയാണോ? ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് സെൻസിറ്റീവായി മാറുന്നത്? അവിടെ ക്രിസ്ത്യാനി തിരുസഭയുടെ വക്താക്കൾക്ക് കന്യാസ്ത്രീകൾക്ക് സ്വതന്ത്രമായി നടക്കാൻ കഴിയാത്ത സെൻസിറ്റിവിറ്റി വരുന്നത് എങ്ങനെയാണ്? മറ്റ് സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. ഇതര സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തൊരു പ്രശ്നം അവിടെ എങ്ങനെ രൂപപ്പെടുന്നു? അവിടെയാണ് പ്രശ്നം. ബി.ജെ.പി. നടത്തുന്ന ഇരട്ടത്താപ്പ്, സംസ്ഥാന ബി.ജെ.പിക്ക് ഒരു നിലപാട്, ദേശീയ തലത്തിൽ സംഘപരിവാറിൻ്റെ നിലപാട് ആ രീതിയിൽ തന്നെയാണെന്ന് വ്യക്തമാക്കുകയാണ് ഛത്തീസ്ഗഡിലെ സംഭവങ്ങൾ. സിജു, ഇതേ വിഷയം നമ്മൾ കൃത്യമായി ചോദിച്ചു. ഇത്തരത്തിലൊരു തെറ്റിദ്ധാരണ പരമാണ് ഈ ഒരു നടപടി എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ കുട്ടികളെ നിർബന്ധിതമായിട്ട് ഇവർക്കെതിരെ, കന്യാസ്ത്രീമാർക്കെതിരെ മൊഴി നൽകാൻ വേണ്ടി കുട്ടികളെ നിർബന്ധിച്ചു എന്ന രീതിയിലുള്ള ഒരു വാർത്ത ഇന്നലെ ദേശീയ മാധ്യമം നൽകിയിരുന്നു. ഈ കുട്ടികളുടെ മൊഴി ഉൾപ്പെടെ നൽകിയിരുന്നു. ഇത്തരത്തിൽ തങ്ങളെ ഈ ബജറംഗ് ദൾ പ്രവർത്തകർ നിർബന്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇത്തരത്തിൽ സെൻസിറ്റീവ് ആണ് എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ സംഘടിതമായിട്ടുള്ള ചില നീക്കങ്ങൾ കാണാതെ പോകരുത് എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ പാലിച്ചത്.
അദ്ദേഹം അതിന് കൃത്യമായി മറുപടി നൽകിയില്ല. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മോബ് കോടതിക്ക് ചുറ്റുമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജഡ്ജി തൻ്റെ പരിധിയിലല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് ഒരു വിഭാഗം ആളുകളെ പ്രകോപിപ്പിക്കുന്നതിൻ്റെ പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. അതായത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് നീതി ഉറപ്പാക്കണം എന്ന് പറയുന്നത് മറ്റൊരു വിഭാഗത്തെ പ്രകോപിപ്പിക്കുന്നതിന് തുല്യം എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിമുടി ആശയവ്യക്തത BJPക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ ആശയവ്യക്തത ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകളിലും നിഴലിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. സിജു, ശരി.